ചാത്തന്നൂരിൽ കോൺഗ്രസിന്റെ ഡീൽ ആരോപണത്തെ തള്ളി ബി.ജെ.പി. എൻ.ഡി.എക്ക് വിജയിക്കാൻ ആരുടെയും ഡീൽ ആവശ്യമില്ലെന്ന് നിയുക്ത എം.എൽ.എ. ബി ഗോപകുമാർ പറഞ്ഞു. ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് വിജയമെന്നും തോൽവിയുടെ ജാള്യത മറയ്ക്കാനാണ് ആരോപണമെന്നും ബി.ജെ.പി. ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ചാത്തന്നൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ബി ഗോപകുമാർ വിജയിച്ചതിന് പിന്നാലെയാണ് CPM ബി.ജെ.പി. ഡീലെന്ന ആരോപണവുമായി ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ UDF സ്ഥാനാർത്ഥി രംഗത്തെത്തിയത്. എന്നാൽ ബി.ജെ.പിയുടെ വിജയം അംഗീകരിക്കാനാവാത്തവരാണ് ഡീൽ ആരോപണവുമായി വരുന്നതെന്നും എൻ.ഡി.എക്ക് വിജയിക്കാൻ ആരുടെയും ഡീൽ ആവശ്യമില്ലെന്നും നിയുക്ത എം.എൽ.എ. ബി ഗോപകുമാർ പറഞ്ഞു. ചതിയും ഡീലും ഒക്കെ അറിയാവുന്നത് ഈ UDF സ്ഥാനാർത്ഥിക്ക് LDF സ്ഥാനാർത്ഥിക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡീല് മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിട്ടും പ്രത്യേകിച്ച് ഞങ്ങൾ എതിർക്കുന്നവരുമായിട്ടും ആശയപരമായി എതിർക്കുന്നവരുമായിട്ടും അങ്ങനൊരു ബന്ധം ഞങ്ങൾക്കില്ല. ആ ബന്ധം അറിയാവുന്നവരാണ് പറയുന്നത്, അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് പറയുന്നത് ഡീൽ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം കിട്ടിയ പാർട്ടിയാണ് UDF മുന്നണി. ആ ഗുണം എന്തുകൊണ്ട് ചാത്തന് കിട്ടിയില്ല? ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണം കിട്ടിയവരാണ് കോൺഗ്രസ് എന്നും ഡീൽ നടക്കാറുള്ളത് CPM-ഉം കോൺഗ്രസും തമ്മിലാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ബി.ജെ.പിയുടെ വിജയമെന്നും തോൽവിയുടെ ജാള്യത മറയ്ക്കാനാണ് കോൺഗ്രസ് ആരോപണമെന്നും ബി.ജെ.പി. കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ S. പ്രശാന്ത് പറഞ്ഞു. ബി.ജെ.പി. എന്നുള്ള നിലയിൽ NDA എന്നുള്ള നിലയിലാണ് ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നടത്തിയത്. അവിടെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള പാർട്ടിയുടെ എല്ലാ പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അത് വളരെ നേരത്തെ തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് മീഡിയ സുഹൃത്തുക്കൾക്ക് അറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മീഡിയയിലെല്ലാം തന്നെ ഞാനും മത്സരിച്ച നമ്മുടെ MLA ഗോകുമാർ സാർ അടക്കം ഞങ്ങൾ പറഞ്ഞു 100% ഞങ്ങൾ ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനും പ്രചരണ ഘട്ടത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഡീലിനെ വളരെ തള്ളിക്കളയുന്നു, പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാവുന്നത്. 2016-ൽ ബി ഗോപകുമാർ ചാത്തന്നൂരിൽ മത്സരിക്കുമ്പോൾ 33,000-ലധികം വോട്ട് നേടിയിരുന്നു. 2021 ആയപ്പോഴേക്കും അത് 42,000-ഉം കടന്നു. ഇത്തവണത്തെ വിജയം ഘട്ടം ഘട്ടമായുള്ളതാണെന്നും ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കി. ജനം, കൊല്ലം.